ഹലോ ഗൈസ്, ഞാനിപ്പോ നിൽക്കുന്നത് അറിയാലോ, ശ്യാമസുന്ദരമായ രസമുള്ള ഒരു ഗ്രാമത്തിന്റെ കാഴ്ചയാണ് ഗൈസ്. ഞാനിപ്പോ കാണിച്ചു തരാം. നമ്മുടെ നവാസ്കാന്റെ ചായക്കടയിലാണ് ഗൈസ്. ഹലോ ഗൈസ്, കമാൺ. വരൂ ഗൈസ്. നവാസ്കാന്റെ ചായക്കടയിലെ ആ ലൈവ് ദൃശ്യങ്ങളൊക്കെ നമുക്ക് കടന്നെല്ലാം ഗൈസ്. ഇപ്പൊ ചായ മെക്കാനി മാറഞ്ചേരാനുള്ളത് നവാസ്ക നടത്തുന്ന വളരെ എന്താ പറയാ രുചിയുള്ള ഗൈസ്. നോക്കൂ ഗൈസ്, അപ്പൊ നമുക്ക് ഒറിജിനൽ ബീഫ് അപ്പോ എന്താ പറയാ വനിതാ പോത്തല്ല, ഒറിജിനൽ പോത്തിന്റെ കറിയാണ് വെച്ചിട്ടുള്ള ബീഫ് ലൈവ് ആണ് ഗൈസ്. കാണോ. നവാസ്ക വരൂ. ഞാൻ നവാസ്കാരെ ഒന്ന് പരിചയപ്പെടുത്താൻ ഗൈസ്. ഇതാ ഞങ്ങൾ നവാസ്ക. അല്ല നവാസ്ക, ഒരു മിനിറ്റ്. നവാസ്ക, നിങ്ങൾ ഇവിടെ നമ്മൾ ലൈവ് പോത്തർച്ചുണ്ടോ? പൊറാട്ട ഉണ്ടോ? നിങ്ങൾ ഒരു മിനിറ്റ് ഓഫ് ആക്കട്ടെ. ഒരു മിനിറ്റ്. ഇവിടെ ഇപ്പൊ ക്യാമറ ഓഫാണ്. ഇവിടെ നിങ്ങൾ പോത്തർച്ച് ലൈവ് ഉണ്ട് എന്ന് പറയണം, മനസ്സിലായില്ലേ? ചൂടുള്ള പൊറോട്ട ഞാൻ അങ്ങനെയൊക്കെ പറയാ പണിയുടെ ഭാഗമാണ്. അല്ല നിങ്ങളെ അത് പറഞ്ഞില്ല, അതാ പറഞ്ഞത്. അല്ല അതല്ല, കച്ചവടം കിട്ടാനാണ്. അല്ല ഞാൻ പറഞ്ഞറിയോ, നിങ്ങൾ ഇവിടെ ഞാൻ ചോദിക്കും ബീഫ് ഗൈസ് ഒക്കെ പറയും. അപ്പൊ നിങ്ങൾ പുറത്ത് നിന്നാൽ മതി, കൂടെ നിൽക്കണം. അതാണ് കച്ചവടം. ഇപ്പൊ അങ്ങനെയുള്ള കച്ചവടം പിടിക്കുന്നത്. ഇതിപ്പോ ഞാൻ 6ാമത്തെ വരവാട്ടോ. ഞാൻ 6 വരെ നിങ്ങൾക്ക് ഗുണമുണ്ടോ ഇല്ലേ? എന്നാ അതെ. ഇപ്പൊ തിരക്കൊക്കെ എന്തുകൊണ്ടാ ഞാൻ വന്നോണ്ടല്ലേ. ഞാൻ പറഞ്ഞു കേക്ക് നിങ്ങൾ വർത്താൻ പറയില്ല. പിന്നെ ഉണ്ട് ഞങ്ങള് ഒന്നും അറിയാത്ത പോലെ ഞാൻ നല്ല കച്ചവടം അങ്ങനെയൊക്കെ പറയണം, മനസ്സിലായില്ലേ? നിക്ക് ഒരു മിനിറ്റ്, മറ്റേ പറയത്തില്ല, കച്ചവടം ചെയ്ത് പറയരുത്. ഓക്കെ, റെഡി? ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ നവാസ്കാനെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഹായ് ഗൈസ്, ഇതാണ് നമ്മളെ നവാസ്ക. നമ്മളെന്താ ഹരിമാൻ അങ്ങനെ പറഞ്ഞാൽ മതി. ഹലോ ഗൈസ്, അപ്പൊ ഇതാണ് നവാസ്ക. ഓക്കെ, ഹായ് ഗൈസ്. അപ്പൊ ഇവിടെ എന്തൊക്കെ നമുക്ക് നിലവിലുള്ളതെന്ന് പറഞ്ഞു. ഇവിടെ ബീഫ് ഉണ്ട്, പൊറോട്ട ലൈവ് ഉണ്ട്, പിന്നെ കുഴിമന്തി ഉണ്ട്, പിന്നെ മട്ടൻ മന്തി ഉണ്ട്, ചിക്കൻ മന്തി ഉണ്ട്, എല്ലാ മന്തി ഉണ്ട്. നല്ല ബീഫ് ഉണ്ട്. കേട്ടോ ഗൈസ്, കുഴിമന്തി ഉണ്ട്, മട്ടൻ ഉണ്ട്, ലിവർ ഉണ്ട്, പൊറോട്ട ഉണ്ട്, ഒക്കെ ലൈവ് ആണ് ഗൈസ്. ഒരു കാര്യം ചെയ്യാം, ഇനി ഞാനിത് കഴിക്കുന്നതിന്റെ ഒരു ഷോട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. ഇതാ ബാലേട്ടാ, വരൂ. ഇത് ബാലേട്ടനല്ലേ? ഇത് ബാലേട്ടൻ ഇവിടുത്തെ ചായ മെക്കാനിയാണ്. ചായ അടിക്കുന്നതാണ്. ലൈവ് ചായ അടിക്കും. നല്ല കച്ചവടം അങ്ങനെ അടിപൊളിയാണോ? കേട്ടല്ലോ. കട്ട് പറയുമ്പോ കണക്കുണെന്ന് പറയില്ല. കട്ട് പറയില്ല. തിരക്കൂട്ടിൽ നിങ്ങൾക്ക് കച്ചവടം പറഞ്ഞാൽ മതി. ചായ കുടിക്കാൻ അപ്പൊ ഞാൻ ലൈവായിട്ട് ചായ കഴിക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കാൻ ഞാൻ പൊറോട്ടയും നല്ല ലൈവായിട്ടുള്ള ബീഫ് റോസ്റ്റും കഴിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ ഗൈസ്. നിങ്ങളിപ്പോ ഇത്തിരി നേരം പറഞ്ഞു ഞങ്ങളുടെ മൂഡ്. അല്ല നിങ്ങളെ ഇപ്പൊ ഇത് ക്യാമറ ഓഫ് ആണ്. നിങ്ങൾ പറയാനല്ലോ കൊണ്ടിരുന്നത്. ഞാൻ കഴിക്കുന്ന ആൾക്കാർ കാണാം, അപ്പോൾ ആൾക്കാർ വിശ്വസിക്കുള്ളൂ. ആയിക്കോട്ടെ, ചെല്ല്. നിങ്ങളെ ഒരു മിനിറ്റ് ഞാൻ അറിയാത്ത രീതിയിൽ അങ്ങനെ അപ്പോഴൊക്കെ വരാവുള്ളൂ. ഞാൻ വിളിക്കുന്നു. ഓക്കെ, ഞാൻ കയ്യിൽ കാണിക്കും. എനിക്കുള്ള ഫുഡ് വരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞു ക്യാമറ ഓൺ ആവട്ടെ. നിങ്ങൾ സന്ധ്യയാണ് കാണിക്കില്ല. നിങ്ങൾ ഇവിടെ നിൽക്കണം. ഞാൻ വരുമ്പോൾ നിങ്ങൾ കാണിക്കണം. അപ്പോൾ ഇങ്ങോട്ട് വരട്ടോ. ഞാൻ പറയുമ്പോഴേ റെഡി? ക്യാമറ ഓണൊക്കെ പോണേ. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ധൃതി മാങ്ങ വരയ്ക്കാണ് അന്ന് നിൽക്കുക. നിങ്ങൾ കച്ചറ വർത്തനോട് വരുത്തിട്ടാണ് നിങ്ങൾ ആദ്യം വർത്തനെ പറയുള്ളൂ. അവിടെ പിന്നെ കണവണ പറയരുത്. അതാ പറഞ്ഞത്. ഓക്കെ, ഹലോ ഗൈസ്. ഓണായിട്ടില്ല. ഹലോ ഗൈസ്, അപ്പൊ എനിക്കുള്ള ഫുഡ് ഇതാ പൊറോട്ടയും ബീഫും ഇവിടെ എത്തിക്കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഇതാ നമസ്കാരം. വെച്ചോളൂ. യെസ് ഗൈസ്, പൊറോട്ടയും ബീഫും വെച്ചു. അപ്പൊ ഞാൻ കഴിക്കാണ് ഗൈസ്. കഴിക്കുന്ന കാണിക്കാൻ പാടില്ല, പൂതി ഉണ്ടാവും നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ ഗൈസ് ഇപ്പൊ കഴിക്കുന്ന കാണിക്കുന്നില്ല ഗൈസ്. ഓക്കെ ബ്രേക്ക്. ഓക്കെ പോട്ടെ, പറയാൻ പാടില്ല. നിങ്ങൾ എന്ത് നല്ല അടിപൊളി പൊറോട്ടയും ബീഫും നവാസ്കാന്റെ കടന്ന് കഴിച്ചു.
അപ്പൊ ഈ പേര് മറക്കണ്ട, സ്ഥലം മറക്കണ്ട ഗൈസ്. രണ്ട് പൊറോട്ട, ഒരു ബീഫ് റോസ്റ്റ് ഗൈസ്, വൈബാണ് ഗൈസ്, ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പൊ ഞാൻ നവാസ് സൈൻ ക്യാമറ ഓഫ് ആക്കട്ടെ. ഞാൻ ഇപ്പൊ ഓഫാണ്. ഓക്കെ, നിങ്ങൾ ഗൈസ് ഗൈഡ് അടിപൊളി നടന്നു. ഓക്കെ, നമുക്ക് പിന്നെ കാണാൻ പറഞ്ഞോ. അതൊക്കെ നമുക്ക് പിന്നെ കാണാം. എന്താ പറയാ? ഓക്കെ, നമുക്ക് പിന്നെ കാണാം. ആ, അത് മാത്രം പറയാനേ. ക്യാമറ ഓൺ ആകെ എപ്പോഴല്ല ആയിട്ടില്ല. ഞാൻ തിന്നാൻ പറയാം. അതെ ഗൈസ്, അപ്പൊ പൊറോട്ടയും ബീഫും കഴിച്ചിരിക്കാണ് ഗൈസ്. അപ്പൊ ഓക്കെ, നമസ്കാരം. ഓക്കെ ഓക്കെ, പിന്നെ നമുക്ക് എന്താ ഓക്കെ, നമുക്ക് എന്തോ പറയാൻ പറഞ്ഞേ. പറയാള് പറഞ്ഞുണ്ടാക്കി നമുക്ക് പിന്നെ കാണാം ഗൈസ്, അത്ര മാത്രം മതി. ഓക്കെ, ആൾക്കാർ കാണാം, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാം. പറഞ്ഞോട് ഞാൻ ഒന്ന് ഓണാക്കാൻ പോണേ. ഹലോ ഗൈസ്, അപ്പൊ നവാസ്കാർ ഞാൻ പൊറോട്ടയും ബീഫും കഴിച്ചു ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് പിന്നെ കാണാം ഗൈസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇത് പിടിച്ചാണ് അവിടെ വെക്കലട്ടോ, കയ്യെ കിട്ടി വരാം. ഇങ്ങനെ ഉണ്ടോ മാറണത്? ശരി, ഇതെവിടെ വെക്കണ്ടേ? ഇനി പിടിച്ചാ നീ ഇത്ര എരിവ് വേണ്ടട്ടെ. നീ ഇതിലേ ഇതിനകത്ത് ബീഫ് ഉണ്ടാക്കുമ്പോൾ ഇത്ര എരിവ് വേണ്ട. ഹായ്, ഇതിപ്പോ മനുഷ്യന് ചന്തിയടക്കം എരിവല്ലേ കണക്കിനാണെങ്കിൽ. നേരെ നട്ട് ഉച്ചയായി, രാവിലത്തെ നാസ്തകൾ നടന്നു കിട്ടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കയ്യിലാണെങ്കിൽ 10 പൈസയില്ല, ഉള്ള പൈസയൊക്കെ നാരങ്ങ കുടിച്ചു. ഇത് കൊള്ളാലോ, നാടൻ ഊണ്, ബിരിയാണി, നെയ്ച്ചോറ്. ഉച്ചക്കുള്ള പണി ഇവിടെ ആവാം അല്ലേ? ഹായ് ഗായ്സ്, ഞാനിപ്പോ നിൽക്കുന്നത് വാഴയിലയിൽ ഊണ് കഴിക്കുന്ന ഒരു രസകരമായ ഉച്ചയൂണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ. നല്ല ലൈവായിട്ട് മീൻ പൊരിച്ചത്, നല്ല പപ്പടം, ഉപ്പേരി, അച്ചാറ്, മോര്, രസം എല്ലാം കൂട്ടി വാഴയിലയിൽ ഊണ്. അരെ ഗായ്സ്, വരൂ ഗായ്സ്. അരെ ഗായ്സ്, ഇവിടെ കുറെ ആളുകൾ ഇരിക്കുന്നു ഗായ്സ്. ഗായ്സ്, ഹായ് ഏട്ടാ, ഊണൊക്കെ ഇരിക്കണോ? ഹായ്, ചായ കുടിച്ചാണോ? അല്ല, ഊണിന് നേരത്താണോ ചായ കഴിക്കണേ? അണ്ടുകൂടി. ഓക്കെ, ചേട്ടൻ ഇരിക്കുന്ന ഊണൊക്കെ ഇരിക്കണോ? ഇവിടുത്തെ ഊണ് ലൈവാണ്. എന്തൊക്കെ സ്പെഷ്യൽ എന്തൊക്കെ ഉള്ളത്? പുളിഞ്ചി അച്ചാറ്, പിന്നെ അല്ല ക്യാമറ നോക്കി പറ. ഒഴിച്ചു കറി കൊടുക്കുന്നുണ്ട്. ഇന്ന് സ്പെഷ്യൽ എന്താ ഉള്ളത്? എല്ലാം ഉണ്ട്. അല്ല, ലൈവാണ്. ഓക്കെ, അടിപൊളിയല്ലേ? ഇവിടുത്തെ ഊണ് അടിപൊളിയാണോ? ഹായ് ഗായ്സ്, ഇവിടുത്തെ സ്ഥിരം ഭക്ഷിക്കുന്ന ഇവിടുന്ന് കഴിക്കുന്ന ആളുകൾ അഭിപ്രായമാണ് നമ്മളിപ്പോ കേട്ടത് ഗായ്സ്. അപ്പൊ ഒരു കാര്യം, ഞാനൊന്നോ ബ്രേക്ക് ചെയ്ത് ഞാൻ ഊണ് കഴിച്ച് തിരിച്ചു വരാം ഗായ്സ്. ഓക്കെ, ബ്രേക്ക്. എന്താ പണ്ടാരം വർക്ക് ചെയ്യണില്ലേ? ഓക്കെ, അല്ല ചിലാമത്ത് വർക്ക് ചെയ്യില്ലേ? ഇപ്പൊ ശരിയായി. ഓക്കെ, ഹലോ ഗായ്സ്, അപ്പൊ ഞാനതാ ഊണ് കഴിച്ചു, ഒരു രക്ഷയില്ല. നല്ല വൈബായിരുന്നു ഊണ്, നല്ല വൈബ് ഊണായിരുന്നു. അപ്പൊ നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് എപ്പോഴും ഞാൻ എന്റെ യൂട്യൂബിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യും, കാണിക്കാം, മറക്കരുത് ഗൈസ്. അപ്പൊ ഈ വാഴയിലയിൽ നാടൻ ഊണ് വേണമെങ്കിൽ നമുക്കിത് ഫോളോ ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ. ശരി, അങ്ങനെ ഉച്ചക്കത്തെ ചോറിന്റെ കാര്യം സേഫായി. ഇപ്പൊ എവിടെ കുറച്ചു പോയി കിടക്കാൻ പറ്റിയ സ്ഥലമുള്ളത്? വായനശാലയുടെ മുമ്പിൽ കിടക്കാം. ഉറങ്ങി നീച്ചാലും വേണമല്ലോ 4 മണി ചായ. 4 മണി ചായക്ക് ഇപ്പൊ എന്തോ ഒരു പരിഹാരം. രാവിലത്തെ നവാസ്കാരം പിടിക്കാം. ഇന്നിപ്പോ ഹലോ ഗായ്സ്, ഇപ്പൊ നമ്മൾ ഇന്ന് രാവിലെ നാസ്ത ഇവിടുന്ന് കഴിച്ചു. നല്ല പൊറോട്ടയും നല്ല ബീഫും ആയിരുന്നു ഗായ്സ്. ഞാൻ ഉച്ചക്ക് മറ്റൊരു കടയുടെ നല്ല ഇലയിട്ട ചോറിന്റെ വിശേഷമുള്ള നമ്മുടെ മൂസക്കട കട കാണിച്ചു. ഇത് നവാസ് കടയ്ക്ക് ഞാൻ ഈവനിങ് സ്നാക്സിന്റെ വെറൈറ്റികൾ കാണിക്കാൻ ഞാൻ ഈവനിങ് സ്നാക്സ് കാണിക്കാൻ. ഗായ്സ് നോക്കൂ, ഗായ്സ് നോക്കൂ ഗായ്സ്, നല്ല ഉണ്ടംപുരി കണ്ടോ, നല്ലത് ചിക്കൻ റോള്, പിന്നെ സമൂസ, പഴംപുരി, ഉള്ളിവട, പരിപ്പട തുടങ്ങിയ ലൈവാണ് ഗൈസ്. ലൈവ് അല്ലേ, സോറി മൊബൈലിൽ തിരിഞ്ഞ ഗൈസ് നോക്കണേ. പ്രിയപ്പെട്ട നവാസ്ക വീണ്ടും നമ്മളിലേക്ക് എത്തുകയാണ്. രാവിലത്തെ നാസ്തയ്ക്ക് ശേഷം ഇലകിട്ട് നമ്മളൊരു ഊണ് കഴിച്ചു ഗൈസ്.
വാഴയിലയിൽ ഒരു ഊണ് ശേഷം നവാസ്ക വീണ്ടും എത്തിക്കാം. നവാസ്ക വരും. എന്നെ കാണാൻ തന്നെ ഇരുന്ന് നവാസ്ക അപ്പൊ നമുക്ക് ചായ കുടിച്ചിട്ടുണ്ട്. ചായ കുടിക്കാം, ചായ കുടിക്കാം. ചായ കുടിക്കുന്ന ഷോട്ട് എടുക്കണം. ചായ കുടിക്കുന്ന ഷോട്ട് എടുക്കാം. അല്ല ഇത് സമൂസ കഴിക്കുന്ന എടുക്കണ്ടേ? ഈ മുണ്ടാതക്ക് അന്റെ ഈ ഇതുണ്ടോ ഈ കൊടച്ചക്രം ഇത് വർക്ക് ചെയ്യോടാ? ഈ ഫോൺ വർക്ക് ചെയ്യോ? ഈ ഫോൺ വർക്ക് ചെയ്യോ? ഈ ഫോണും വർക്ക് ചെയ്യില്ല, ഇതൊന്നും വർക്ക് ചെയ്യില്ല. അന്റെ 10 കൊല്ലം മുമ്പ് ചത്തൊരു യൂട്യൂബ് ഇതൊക്കെ തന്നെയാണ് ഉടായിപ്പ്. ഇജ്ജ് രാവിലെ ഇവിടെ വന്ന് ഇജ്ജ് ഉച്ചക്ക് നക്കി തിന്നാൻ പോയില്ലേ? ആ കടയുടെ ഓണറാമേ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നക്കണ ഹോട്ടലിന്റെ ഓണർ നാസർ. ഇത് വേറെ ഹോട്ടലിന്റെ ആള്. ഇത് കേടാ, ഇത് വേറെ എല്ലായിടത്തും ഇങ്ങനെ ഈ ഒരു ചത്ത യൂട്യൂബും ഇതേപോലത്തെ ഒരു വണ്ടി കുന്തുമായിട്ട് ഈ നടക്കുകയാണ്. അപ്പൊ അനക്കൊരു 2 തരം വർക്ക് ചെയ്യാത്ത ഒരു ക്യാമറ ഒരു ഒരക്കേലെ യൂട്യൂബ് ചാനലായിട്ട് നടക്കുന്ന യൂട്യൂബർക്കൊപ്പം നാട്ടുകാരും ഹോട്ടൽ ഓണർമാരും ഗൈസ്